അങ്ങനെ നമ്മൾ ഡ്യൂക്ക് എടുത്ത് പോട്ട് വണ്ടിയിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തൊരു മനോഹരമാണ് സുഹൃത്തുക്കളെ. ഇത് കൊച്ചിയിൽ ഇടിയപ്പാണ് നൂൽപൊട്ട് കാണിക്കുന്നു. അതാ പൊട്ടൻ ലോട്ടറി അടിച്ചോല്ലോ. നമ്മളിതാ 60-60 അവിടെ നോർത്തിലെ നോർമലി ഇറങ്ങാം. തൃശ്ശൂർ കഴിഞ്ഞു, മലപ്പുറം കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞില്ല. കോഴിക്കോട് നിന്നാണ് ഇങ്ങനെ 4 മണിയാണ്. സെറ്റപ്പാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹംസുദ്ദീനും ഉണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണല്ലേ. നമ്മൾ എറണാകുളം പോവാണ് സുഹൃത്തുക്കളെ. ഡ്യൂക്കിനെ പറ്റി കുറെ പേര് കമന്റ് ഒക്കെ ഇട്ടല്ലടാ. എല്ലാരും കമന്റ് ഇട്ടാണ് ഇപ്പൊ വണ്ടി എനിക്ക് കാണണം എന്ന് വിചാരിച്ചു. നമ്മൾ കൊച്ചിയിലായിരുന്നല്ലോ, അപ്പൊ കൊച്ചിയിൽ ഇപ്പൊ നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ചാഴ്ച ഇവിടെ ആയിരിക്കും. അപ്പൊ നേരെ നമ്മൾ ട്രെയിൻ കയറി എറണാകുളം പോയിട്ട് നമ്മുടെ ഡ്യൂക്കിനെ എടുക്കാൻ പോവാണ്. ഇന്നിപ്പോ നൈറ്റാണ്, നാളെ അങ്ങ് എത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പുലർച്ചെ 2 മണിയാണ്. 2:30 സമയം 2:30 ട്രെയിൻ ഉണ്ട്. അത് കഴിഞ്ഞ് നാളെ രാവിലെ എറണാകുളം എത്തി. എന്ന് ഇറങ്ങി രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് വരണം. എന്താണെന്ന് അറിയില്ല. എന്നാലും കൊച്ചി ബ്ലോഗ്, ഡ്യൂക്കി ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് നല്ല വാഷ്റൂം. അതെ, നല്ല വാഷ്റൂമാണ് നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ. ഇപ്പൊ നമ്മുടെ ട്രെയിൻ വരും. ട്രെയിൻ കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഒറ്റക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നുണ്ട്. എല്ലാരും എന്നെ നോക്കുകയാണ്. മോനെ നീ ഒറ്റക്ക് എടുക്കുവാണല്ലോ, ഇപ്പൊ എന്നോട് പിടിച്ച് ജോലി കിട്ടുമെന്ന് തോന്നുന്നു ഗവൺമെന്റ് ആശുപത്രി, ഗവൺമെന്റ് റെയിൽവേയിൽ. അപ്പൊ എന്തായാലും തൽക്കാലം ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നീ എന്താ കള്ളവണ്ടി കയറുന്നത്? കള്ള അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. പിന്നെ നമുക്ക് കുറച്ച് ഗെയിമെല്ലാം കളിച്ചിട്ട് പോകാൻ വെച്ചു. എന്നാണ് നീ കാണിക്കുന്നത്. അത്താ പൊട്ടൻ ലോട്ടറി അടിച്ചോല്ലോ. നമ്മളിതാ 60-60 പോയത്. ഹംസ എന്ത് ചെയ്യും? അയ്യോ അയ്യോ എടാ 30-40 പോയിന്റ്. ഇത് അൽഫാമ മേടിച്ചു കൊടുക്കട്ടെ കളിയ. അയ്യോ 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 എടാ 40-40 ഞാൻ കളി ഫോക്കസ് ചെയ്യണം. അയ്യോ കളി കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ ട്രെയിനിൽ കയറി കുറച്ചുനേരം ഇതാ അവൻ അവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുന്നു. ഇപ്പോഴും സീറ്റ് കിട്ടി, കുറച്ചുനേരം കിടക്കാം. ഇപ്പൊ സമയം കറക്റ്റ് കണ്ട 5 മണി. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഉറങ്ങാതെ ഇങ്ങനെ നാളെ വണ്ടി എടുത്തിട്ട് വരുവാന്നാണ് ഞാൻ ആലോചിച്ചത്. എങ്ങനെയും ഒന്ന് ഉറങ്ങണം. നാളെ നൈറ്റ് കൊച്ചിയിൽ നിന്ന് വരാൻ പറ്റും. 8 മണിയാകുമ്പോൾ കൊച്ചിയിൽ അങ്ങനെ നമ്മൾ ആലുവ എത്തിയതാ. എത്താൻ പോണ ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കഷ്ടമാണ്. അങ്ങനെ നമ്മുടെ എടപ്പള്ളിയുടെ ഹരിതാപകരമായ ഹരിതാപം കണ്ട് ഞാൻ നൈറ്റ് പുലർച്ചെ ഇങ്ങ് വണ്ടി കയറി കൊച്ചിക്ക്. ടുനൈറ്റ് ഓർ ടുമാറോ ഐ വിൽ ലാൻഡ് ദെയർ മൈ ഹോം ടൗൺ. നമ്മുടെ ഡ്യൂക്കിനെ കാണുന്ന ഒറ്റ ആഗ്രഹം, വണ്ടി എടുത്ത് അങ്ങ് പോകാൻ വെച്ചു. അപ്പോൾ എടപ്പള്ളി എത്തിയപ്പോൾ അങ്ങ് ചാടി. അപ്പോൾ അങ്ങനെയാണ് കഥ. ഇന്നലെ 24 മണിക്കൂറായിട്ട് ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അവൻ മുകളിൽ കിടന്നൊക്കെ ഉറങ്ങി. 2:30 നമ്മൾ തലശ്ശേരിന്ന് ട്രെയിൻ കയറി. എവിടെ AM 2:30 പുലർച്ച. ഇപ്പോൾ സമയത്ത് 7 പുലർച്ച അല്ല രാവിലെ. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഞാനൊരു മനുഷ്യനാണോ എന്നാണ് സംടൈംസ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. നീ ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. നിനക്ക് എന്താ എന്നെ പറ്റി പറയാം? ഞാൻ മനുഷ്യനല്ല. അപ്പൊ എടപ്പള്ളി ഇറങ്ങി. ആക്ച്വലി എടപ്പള്ളി ഞാൻ ഇതുവരെ ഇറങ്ങി. എടപ്പള്ളി നമ്മുടെ സ്ഥലങ്ങളും നമ്മൾ നോർത്തിൽ ഇറങ്ങുക ചെയ്യുക. ഉറങ്ങിയില്ലെങ്കിൽ എന്നെ എനർജി നോക്കുക. ഹോഴ്സ് പവർ ടാബ്ലറ്റ്. അങ്ങനെ ഞങ്ങൾ എറണാകുളം നോർത്തിലാണ് നോർമലി ഇറങ്ങാറ്. എടപ്പള്ളിയാണല്ലോ നമ്മുടെ സ്ഥലം. എടപ്പള്ളി ട്രെയിൻ നിർത്തിയപ്പോൾ ഞാനങ്ങ് ചാടി എടപ്പള്ളിയിലോട്ട്. തിരുവനന്തപുരം ഇനി എത്ര പോകാണ്ടാ? ഇത് പകുതി എത്തിയിട്ടുള്ളൂ. ഇനി ഈ വന്ന ദൂരം അങ്ങോട്ട് വരെ തിരുവനന്തപുരം എത്തും. തിരുവനന്തപുരം അവസാനമല്ലേ? അപ്പോൾ എടപ്പള്ളീൻ്റെ വഴി കൂടെ നമ്മൾ പോയി വേണം ലുലു മാളോ അല്ലെങ്കിൽ വനിതാ തിയേറ്റർ, ആറാട്ടണ്ണൻ്റെ തിയേറ്ററൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് അവിടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. ഞാൻ ഇത്രയും കൊച്ചിയിലുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ എടപ്പള്ളി റെയിൽവേയിലെ സ്ഥലത്തോട്ട് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ എടപ്പള്ളി എത്തി. രാവിലത്തെ ഭക്ഷണം കഴിക്കില്ല. നീ എന്തേ കാണിക്കുന്ന ഹംസേ? നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്നപ്പോൾ എന്നും പോയി നമ്മുടെ ഇടിയപ്പല്ലേ? ഇത് നൂൽപുട്ടാണ്. ഇത് കൊച്ചിയിൽ ഇടിയപ്പാണ് നൂൽപുട്ട്. എടുത്ത് ഇടിച്ചുണ്ടാക്കുന്നയാടാ.
കണ്ടാ അങ്ങനെ നമ്മൾ ഡ്യൂക്ക് എടുത്ത് ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തൊരു മനോഹരമാണ് സുഹൃത്തുക്കളെ. വാവ്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ ഫോർട്ട് കൊച്ചി വരെ എടപ്പള്ളിയിൽ നിന്ന് വന്നു. എന്നിട്ട് 2-3 മണിക്കൂറൊക്കെ ഉറങ്ങിയതിനാൽ രീതിയിൽ റെസ്റ്റ് ഒക്കെ എടുത്തു. ഇവിടെ വന്ന് എന്നെ ചെയ്യൂടാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അമൽ ഡേവിസ് ആണ് നമ്മളെ രക്ഷിച്ചത്. അടിപൊളി ഫ്ലാറ്റ് ആട്ടെ. ജസ്റ്റ് ഒരു ചെറിയ 2 റൂമുകളും കിച്ചണും. ഒരു 6,000 രൂപ റെന്റ് ഉള്ളൂ. അല്ല 8,000 രൂപ റെന്റ് ഉള്ളൂ. അതും ഫോർട്ട് കൊച്ചി. ഇത് എടപ്പള്ളി ഭാഗത്തൊക്കെയാണ് ഞാൻ കണ്ണുകൂട്ടി എടുക്കാൻ. ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ പരിപാടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് വിഷയം ഒരു കൂടുതൽ. അപ്പം നമുക്ക് ചായക്ക് കുടിച്ച് സോ അവിടെ നമ്മൾ ഫ്ലാറ്റ് ഇറങ്ങി ഡ്യൂക്കിനെ അവിടെ വെച്ചിട്ട് നേരെ ഫോർട്ട് കൊച്ചിയിൽ ഒരു അടിപൊളി ബീച്ച് ഉണ്ട്. നമ്മുടെ ചെങ്ങായി പറഞ്ഞു നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ജങ്കാറിൽ കാറൊക്കെ കയറ്റിയിട്ട് യാത്രയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വണ്ടി കയറ്റി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. പക്ഷേ പോകാൻ പറ്റിയില്ല. എന്തായാലും നമ്മളിനി കൊച്ചിയിലെ കുറച്ച് വിശേഷങ്ങൾ ഇവിടുത്തെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വേണം രാത്രി ഡ്യൂക്ക് എടുത്തിട്ട് വേണം നമുക്ക് നാട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടെന്ന് പറഞ്ഞ പോലെ കുറേ കപ്പലുകൾ, അതിൻ്റെ ഇടയ്ക്ക് നല്ല സൂര്യൻ, ഒത്തിരി ആൾക്കാർ. പൊളിയാണ് ട്രാവ്. പ്യുവർ ബ്യൂട്ടി ഓഫ് കൊച്ചി അത് തന്നെ. ഇതങ്ങനെ നമ്മൾ നമ്മുടെ ഫോർട്ട് കൊച്ചി, ഞാൻ കൊച്ചി വന്നതിന് ശേഷം അധികം പോകുന്നതാ ഫോർട്ട് കൊച്ചി. നമുക്ക് എങ്ങനെയുണ്ടോ ഫോർട്ട് കൊച്ചി? അടിപൊളി. ഇത് നമ്മുടെ ചെങ്ങായിമാർ സെറ്റ്, അവരുടെ താമസിക്കുന്ന ഫ്ലാറ്റാണ്. നല്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ട സമയത്തും എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പാടെ വിളിച്ചാൽ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ ചെങ്ങായിണ്ട്. അപ്പോൾ അവനാണ് ഹെൽപ്പ് ചെയ്ത് അവർ താമസിക്കുന്ന ഫ്ലാറ്റാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. അത് വേറെ കാര്യം. പറ്റുകയാണെങ്കിൽ ഇവിടെ ഒരു ഇതൊക്കെ എടുക്കണം. സോ ഫോർട്ട് കൊച്ചി വന്നപ്പോഴാണ് നാച്ചുറൽ. ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു കാട് പോലെയാണ്. നമ്മുടെ കൊച്ചി പോലെയല്ല, വലിയൊരു അപ്ഗ്രേഡ് ഒന്നുമില്ല. ബട്ട് ഇവിടുത്തെ പ്രകൃതി രമണീയ സാധനമാണ്. അതെ, മടുപ്പില്ല. ഞാനൊന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എന്തോ ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോർട്ട് കൊച്ചി തന്നെയുള്ള ഒരു വലിയൊരു ബീച്ച്, നടന്നു പോകേണ്ട ബീച്ച്. കൊച്ചിയിൽ ക്യൂൻസ് ഉണ്ട്, മറൈൻ ഡ്രൈവ്, ഇതൊന്നും ഒന്നുമല്ല. ഇവരുടെ ഒരു 10 എണ്ണം കൂട്ടി വെച്ചുള്ള വലിപ്പവും നിങ്ങളുള്ള സ്ഥലത്ത് നിന്ന് പോയി എന്നാ പൊളിയോ പോയി. സോ ഇപ്പൊ നമ്മുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8:30 ആയി. ഡ്യൂക്കി താഴെയുണ്ട്. ഡ്യൂക്കി എടുത്തിട്ട് ഇനി തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, തലശ്ശേരി ഈ 5 ജില്ലകൾ ഇനി രാത്രി ട്രാവൽ ചെയ്യണം. ഒരു 500 രൂപ പെട്രോൾ അടിക്കണം. അത് തീറ്റ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാലും വീടെത്താന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്നാലും നമുക്ക് ബാക്കി എങ്ങനെ എത്താൻ നോക്കാം. അപ്പൊ കൊച്ചി വിശേഷം അങ്ങനെയാണ്. ഇതങ്ങനെ നമ്മുടെ ഡ്യൂക്കി കുട്ടൻ ഇവിടെ സെറ്റപ്പ് ആയിട്ട് ഇരിപ്പുണ്ട്. എന്നതാവേ പെണ്ണിനെ കണ്ടില്ലെങ്കിൽ ഒരു ലുക്ക് കുറവോ ഒന്നും ഇല്ല അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇതെടുത്ത് എടപ്പള്ളിയിലോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ പിടിക്കാനാണ് പ്ലാൻ ചെയ്തത്. ഡൂക്കി എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയിൽ എയർ അടിക്കാം. അങ്ങനെ എയർ അടിച്ചിട്ട് യാത്ര ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. സീനുമുണ്ടാവും. അപ്പോൾ എന്തായാലും പെട്രോളായി, എയറായി. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. എന്ത് രസമാണ് പെട്രോളിനെ കാണാൻ. പോകുന്നുള്ള രീതിയിൽ നമുക്ക് എണ്ണ അടിക്കാം. ഇങ്ങടാ എണ്ണ അടിക്കുന്നത് കാട് വിടാം. ആദ്യം കുറച്ച് എണ്ണ അടിച്ചിട്ട് അവനെ കുടിപ്പിച്ചിട്ട് വേണം യാത്ര തുടങ്ങാൻ. ബാക്കി നമുക്ക് അടുത്തിട്ടില്ല എനിക്ക്. അപ്പോൾ എന്തായാലും പറ്റുന്ന കുറച്ച് ലഗേജ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:30, 5 മണിയാവുന്നത്. കണ്ണൂർ വരെ വണ്ടി എടുത്ത് പോകാം. നമുക്ക് അത് എന്തായാലും ഇത്തിരി കാണാം. കുറേ ലഗേജ് ഇനിയും ബാക്കിയുണ്ട്. പറ്റുന്ന എടുത്തിട്ട് ഇവനെയും വെച്ചിട്ടാണ് ഇനി ബൈക്ക് പോകേണ്ടത്. സോ എന്താവും എന്നറിയില്ല. ഇനി 5 ജില്ലകളുണ്ട്. ബട്ട് പ്രാർത്ഥിക്കുക, ഇറങ്ങുക, നമ്മളങ്ങ് ട്രൈ ചെയ്യുക. അടി പിടിച്ചും പേടിച്ചിട്ടുണ്ടെന്നും കാര്യമില്ല. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സോ ഡ്യൂക്കിക്കോട്ടൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 10 ജില്ലയിലെത്തിയിട്ട് കാണാവേ. നാഷണൽ ഹൈവേ കയറി പറക്കുകയാണ്. മലപ്പുറം
ഗായ്സ് അങ്ങനെ നമ്മൾ ഫൈനലി തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. പറപ്പിച്ച് 1 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എത്തി കേട്ടോ. ദ ബ്രിഡ്ജ്, നിങ്ങളുടെ സ്വന്തം തൃശ്ശൂർ ബ്രിഡ്ജ്. നമ്മുടെ കൊച്ചിയാ തൃശ്ശൂര്, നമ്മളെ തൃശ്ശൂർ. മടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ ക്ഷീണമൊന്നും ഇല്ല. ചായയൊക്കെ അടിച്ച് കോഫിയൊക്കെ അടിച്ച് അല്ലേ മൂടല്ലേ ജെറ്റ് വിട്ടോലെ ആകുന്നതാണ്. നാഷണൽ ഹൈവേ കയറി ജെറ്റ് വിട്ടുപോയി. ഇപ്പൊ വഴി മാറിയപ്പോ ഇനി തിരിച്ചോമ്പോ നാഷണൽ ഹൈവേ പിടിക്കണം. തൃശ്ശൂർ എവിടെയുള്ള എന്തുട്ട് കടിയത് ഇതെന്നെ പറയാന്നോ? അത് വൈഫിന്റെ നാട്ടിലോ? ബ്രിഡ്ജിന്റെ അടിയിലാണ് തൃശ്ശൂർ. എന്നിട്ടാ നോക്കിടാ തൃശ്ശൂർ മെട്രോ ആന്നാ തൃശ്ശൂർ ബ്രിഡ്ജിന്റെ അടിയിൽ പണി മൂവിയൊക്കെ ഷൂട്ട് ചെയ്തല്ലോ. പറന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറന്നു. 1 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ തൃശ്ശൂർ. ഇനി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്. നമ്മുടെ റോക്കറ്റിനെ കാണിച്ചു കൊടുക്കാൻ. എന്തിട്ടാ നീ പറയണേ? എന്തിട്ട് റോക്കറ്റ് നല്ല തൃശ്ശൂർ ഗഡ്ഡിയാണ്, തൃശ്ശൂർ ഗഡ്ഡി. ഇവിടെ തൊട്ട് നോക്കി അങ്ങനെ കേടിയേ പറക്കൂട്ടാ ബിസി അല്ലാട്ടാ. വീണ്ടും എണ്ണയടിച്ചെത്തിയിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഓടിച്ച് വലിയ മടുപ്പില്ല, പക്ഷെ എന്നാലും നല്ല മടുപ്പുള്ള പോലെ. ഇപ്പോൾ കോഴിക്കോട് ഇനി 30-35 കിലോമീറ്റർ കോഴിക്കോട്. എന്തായാലും നമുക്ക് കോഴിക്കോട് എത്തിയിട്ട് അങ്ങനെ നമ്മൾ കോഴിക്കോട് കഴിഞ്ഞു, തൃശ്ശൂർ കഴിഞ്ഞു, മലപ്പുറം കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞില്ല. കോഴിക്കോട് നിന്നാണ് ഇങ്ങനെ കണ്ണൂരേക്ക് ആൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം അറൗണ്ട് 4 മണിയാണ്. ചായയൊക്കെ കുടിക്കാൻ വെച്ചാൽ വലിയധികം മടുപ്പില്ല. പിന്നെ നാഷണൽ ഹൈവേ കയറി തൃശ്ശൂർ വരെ കലമ്പായിരുന്നു. പിന്നെ മലപ്പുറം തൊട്ട് ഏകദേശം കോഴിക്കോട് വരെ നല്ല നാഷണൽ ഹൈവേ. എന്നാണ് ലോറിയാണ് നല്ല കീറി ഞാൻ പറപ്പിച്ചു. നല്ല രീതിക്ക് എണ്ണ കത്തി. അവിടെ നിന്ന് അടിച്ച് 5 ലിറ്റർ കത്തി അങ്ങ് തീർന്ന് വീണ്ടും ഒരു 5 ലിറ്റർ അടിച്ചു. ഇപ്പോൾ 1500 രൂപ അങ്ങനെ അടുത്ത് എണ്ണയൊക്കെ ആയി. അപ്പം എന്നാലും ഇനിയൊരു 70 കിലോമീറ്റർ. അപ്പം നമുക്ക് നോക്കാം എന്താ അവസ്ഥ. ഡ്യൂക്കിക്കൂട്ടം പിന്നെ സെറ്റപ്പാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. കുട്ടി അത്ര പറഞ്ഞാലും ഇങ്ങനെ മുത്തായിട്ടിരുന്നുള്ളൂ. പട്ടി ബിസ്ക്കറ്റ്. അങ്ങനെ നമുക്കൊരു ചായ ഒക്കെ അടിച്ചിട്ട് കാണാം. താങ്ക് ഗോഡ് വി ആർ ഫൈനലി ഗൈസ്. സമയം എന്ന് പറഞ്ഞാൽ 6 മണി. വെളുത്തി ഇവനെ വീട്ടിലിറക്കാൻ വേണ്ടി വന്നേക്കാണ്. 6 മണി ഉറങ്ങാതെ. ബാക്കി കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാം നേരം വെളുത്തിട്ട്. ആദ്യം വീട്ടിൽ പോട്ടെ. ഓക്കെ ഇനി ഒരു 2 കിലോമീറ്റർ എൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മുടെ ടൗണിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, അറിയോ മക്കളെ? ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. നമ്മൾ എത്തി. ഗുഡ് മോർണിംഗ് ബേബി. ഇതവിടെ 6 മാസമായി ഡ്യൂക്കിനെ കണ്ടിട്ടെന്നാണ് അമ്മ പറയുന്നത്. 6 മാസമായി. പിന്നെ ഒന്നും നോക്കിയില്ലേ കൊണ്ടു. അത് തന്നെ ഇപ്പൊ സമയം ഉറക്കമില്ല ജീവിയായി. കണ്ടപ്പോ തന്നെ മക്കളെ വന്ന് നോക്കുക. ഇതേതാ പുതിയ വണ്ടി? ഇവർക്ക് അറിയില്ലല്ലോ അല്ലെ, ഇതുവരെ ഇനി വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലല്ലോ. പക്ഷേ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എടുത്തും ചെക്ക് ചെയ്യാട്ടോ. വീട്ടിലോട്ട് വഴിയാക്കിയതിന് ശേഷം നമ്മളെ വണ്ടി കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് സമയം 6 മണിയായി. രാത്രിക്ക് ഉറങ്ങാതെ കൊച്ചിയിട്ട് കണ്ട് ഒറ്റ ഓടിച്ചെത്തിയിരിക്കാൻ. ഹംസക്ക് ഓടിക്കാൻ അറിയോ വണ്ടി? കൂട്ടിനല്ലേ അമ്മ എന്നാ ഡ്യൂക്കാൻ പറ്റി പറയാനല്ലേ? കൊറേ ആയി പറയുന്നു വണ്ടി കണ്ടിട്ടില്ല. ഏകദേശം 7 മാസമായി കണ്ണൂരിൽ പോയിട്ട്. ഒരുത്തൻ ചെക്കിങ് ആണ്. ഇതാണ് സെക്യൂരിറ്റി. അപ്രൂവ് ചെയ്തെന്ന് തോന്നുന്നു. അവൻ ഇഷ്ടപ്പെട്ടു. അവൻ ഓക്കെ. നമ്മുടെ 2ാമത്തെ സെക്യൂരിറ്റി കുറച്ച് എണ്ണ എണീറ്റ് വരും. വണ്ടി സെറ്റപ്പ് ആക്കണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാം. ഗായ്സ് അങ്ങനെ നമ്മൾ ഉറങ്ങി എണീറ്റിരിക്കുകയാണ്. ഇത്രയും വലിയൊരു യാത്രേനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒന്നൊരു വിഷയമുള്ള കാര്യമില്ല. ഇവിടുന്ന് ലഡാക്ക് വരെ പോകുന്നവരുണ്ട്. പക്ഷേ ഇതാ നമ്മുടെ ഡ്യൂക്കി കൂട്ടൻ എന്തായിരിക്കും
ഡ്യൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു ഈ എന്താ പറയുക നമ്മുടെ ഹിമാലയൻ ബുൾ അങ്ങനത്തെ പോലത്തെ ഒരു വലിയൊരു ട്രാവൽ ഫ്രണ്ട്ലി അല്ല. ഇതിൽ ട്രാവൽ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതൊരു ട്രാക്ക് വേണ്ടിയാണ്, നമുക്ക് കൈ കൊടുക്കുക, പറക്കുക, റേസ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഇത് 300 കിലോമീറ്റർ ഒറ്റ വയറിൽ വരിക എന്ന് പറഞ്ഞാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ബൈ മെഷീൻ. ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ലാതെ എത്തി. പിന്നെ ടയറിന് ചെറിയൊരു ആണി കയറി പോലെ ഉണ്ട്, അത് നോക്കി നമുക്ക് അടുത്ത ദിവസം സെറ്റാക്കാം. അതുപോലെ നമ്മുടെ അക്രാപോക്കിൻ്റെ എക്സോസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. കൂട്ടം കണ്ടീഷനാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല, അത് ആ പക്ക ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് പുതിയ വർക്കുകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ അക്രാപോക്കിൻ്റെ അടിപൊളി എക്സോസ്റ്റ് ചെയ്താൽ ഇവിടെ ഇരിക്കുന്നത്. ഇതിന് തന്നെ ഓൾറെഡി നല്ല സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ എക്സോസ്റ്റ് ചെയ്തിട്ട് ആവശ്യമൊന്നും വന്നിട്ടില്ല. സോ ഇതൊക്കെ നമ്മുടെ വണ്ടി സെറ്റാക്കുന്ന വീഡിയോ ഇനി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ ഇട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വണ്ടിക്ക് ഇനി പുതിയ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. വേറെ അതേപോലെ എത്ര സീനൊന്നുമില്ല, നമ്മൾ അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചെത്തി. പിന്നെ കുറച്ചും കൂടെ പകൽ നേരത്തെ ഇറങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ 2-3 മണി വെളുപ്പിന് ഇവിടെ എത്തിയാണ്. നമ്മൾ 12 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നത്, അതുകൊണ്ടാണ് രാവിലെ 6 മണിയായി ഇവിടെ എത്തുമ്പം. പിന്നെ അത്യാവശ്യം ഹൈവേ കിട്ടി, പിന്നെ കുറച്ച് വൃത്തിയുടെ റോഡ് കിട്ടി, പിന്നെ വഴി മാറിപ്പോകുന്ന കുറച്ച് പരിപാടികൾ, വേറെ സീനൊന്നും ഉണ്ടായില്ല. ഹാപ്പി. സോ അപ്പോൾ എന്നാലും ബാക്കി പരിപാടി അടുത്ത വീഡിയോ കാണിച്ചത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്.